അമ്മ ത്രേസ്യ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു കൃപ തരണമേ, ഞാൻ എപ്പോഴും നിന്നാൽ നയിക്കപ്പെടുന്നതിന് എന്നെ തന്നെ വിട്ടുതരാൻ കൃപ തരണമേ. Always follow your plans and perfectly accomplish your holy will. അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയുടെ വലിയൊരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം എടുത്തതാണ് അച്ഛൻ. അതായത് മലയാളത്തിൽ പറയാച്ച, കർത്താവേ നിന്നാൽ എപ്പോഴും നയിക്കപ്പെടാനും നിന്റെ പദ്ധതികളെ എപ്പോഴും അന്വേഷിക്കാനും നിന്റെ തിരുഹിതം പൂർണ്ണമായി പൂർത്തിയാക്കാനും കൃപ തരണമേ. അമ്മ ത്രേസ്യ ആഗ്രഹിക്കുകയാണ്, ദൈവമേ എന്നെ നയിക്കേണ്ടത് നീയാണ്. വേറെ ആരും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ചില ആളുകളുണ്ട്, മക്കളെ കുറിച്ച് അമ്മമാരുടെ പരാതിയാണ്. അതേ മകൻ 19 വയസ്സുള്ള മകൻ പ്രാർത്ഥിക്കാൻ എന്ന് വിളിച്ച് അമ്മ വിളിച്ചപ്പോ ശരി അവൻ ഒരുങ്ങി വന്നതാണ്. അപ്പോഴാണ് അവന്റെ ഫോണിൽ അവന്റെ കൂട്ടുകാരന്റെ ഫോൺ വന്നത്. എടാ നീ വരുന്നില്ലേ ഇങ്ങോട്ട്, സിനിമക്ക് പോവാം, പ്രാർത്ഥിക്കാനിരുന്നതാണ്, നീ വരുന്നില്ലേ എന്ന് വിളിച്ചപ്പോ അവൻ അങ്ങോട്ട് പോയി. അമ്മ ഞാൻ സിനിമക്ക് പോയിട്ട് വരാം. ചോദ്യം, ആരാണ് നിന്നെ ഗൈഡ് ചെയ്തത്? ആരാണ് നിന്നെ നയിച്ചിരിക്കുന്നത്? കുഞ്ഞേ, യുവാവേ, യുവതി, നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമാണോ അല്ലെങ്കിൽ പിശാചാണോ? ആര് വിളിച്ചിടത്താണ് പോയത്? എന്നെ നയിക്കുമ്പോ ദൈവത്തിന്റെ സ്വരമാകാൻ കഴിയണം. മദ്യപിക്കാൻ വിളിക്കുന്നിടത്തേക്ക്, തിന്മ ചെയ്യാൻ വിളിക്കുന്നിടത്തേക്ക്, പാപത്തിന്റെ സാഹചര്യമുള്ള ഇടങ്ങളിലേക്ക് പിശാച് നയിക്കുമ്പോ നിൽക്കവിടെ എന്ന ഉള്ളിൽ ദൈവം പറയുന്ന സ്വരം കേൾക്കാൻ കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ കർത്താവിനോട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം, ദൈവമേ നീ എന്നെ എപ്പോഴും നയിക്കണമേ. ഹൃദയത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടാകണം, ദൈവമേ നീ എന്നെ നയിക്കണമേ. ഒരു വീട് പണിയാൻ പോകുമ്പോ, ഒരു സ്ഥലം മേടിക്കാൻ പോകുമ്പോ, ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ പോകുമ്പോ, ദൈവമേ നീ എന്നെ നയിക്കണമേ.